സുജിയ. വെട്ടിക്കോളൂ പാർട്ടി ഒപ്പമുണ്ട് എന്നതായിരുന്നല്ലോ ഒരു കാലത്ത്. അതായത് നിങ്ങൾ ചെയ്തോളൂ, എന്ത് വന്നാലും കുടുംബത്തെ പാർട്ടി സംരക്ഷിക്കും, കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കും, നിങ്ങൾക്ക് കൃത്യമായി പരോൾ ഉറപ്പാക്കും. ആ പരോൾ ഉറപ്പാക്കിയതിന്റെ കണക്കടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം, നമ്മൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർവകക്ഷി യോഗം ചേരും, മുക്കിന് പ്രസംഗിക്കും. ഇതെല്ലാം പാർട്ടിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിലയ്ക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സംരക്ഷകരാണ്. അതായത് നിങ്ങൾ വെട്ടിക്കോളൂ, ഞങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും പിന്നീട് ബോധേഡാവുകയേ വേണ്ട, നിങ്ങൾ പണിയെടുത്ത് വീട്ടിൽ കൊണ്ടുവരുന്നതിനേക്കാൾ വരുമാനം നിങ്ങൾ ജയിലിൽ പോയി കിടന്നാൽ നിങ്ങളുടെ കുടുംബത്തിന് കിട്ടും. ആ രീതിയിലുള്ള ഉറപ്പ് കൊടുത്താണ് വെട്ടിക്കാനും കൊല്ലിക്കാനും ഒക്കെ ഇങ്ങനെ നടന്നിരുന്നത്. അപ്പോൾ കൊല്ലാൻ വാളെടുത്ത് ഇറങ്ങുന്നവൻ ഇനി ആലോചിക്കണം, ജീവിതകാലം മുഴുവൻ ജയിലിലായിരിക്കും. അതായത് 20 വർഷം. ഇപ്പോൾ കോടതി പറഞ്ഞ ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് കൗസർ ഇടപ്പകത്തും പറഞ്ഞ വിധിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകം അതാണ്. ഇനി 20 വർഷം കഴിയാതെ പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവോ പരോളോ നൽകരുത്. അതായത് പുറത്തെ വെളിച്ചം കാണാത്ത രീതിയിൽ ആ ജയിലിനുള്ളിൽ ജീവിതകാലം, അതായത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. വധശിക്ഷയേക്കാൾ വലിയ ശിക്ഷ. വധശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമല്ലോ, അങ്ങനെ തീരാൻ പാടില്ല. അത്രയും വെട്ടി ചന്ദ്രശേഖരനെ കൊന്നവർ അത്ര പെട്ടെന്ന് തീരാൻ പാടില്ല. അവർ ആ ജയിലിൽ കിടന്ന് പതുക്കെ ആ ശിക്ഷയൊക്കെ അനുഭവിച്ച് പുറത്തു വരട്ടെ. കാരണം ചെയ്ത തെറ്റിന്റെ കാഠിന്യം എന്താണ് എന്നവർക്ക് ബോധ്യപ്പെടണം. അല്ലെങ്കിൽ ഇനിയും ഇറങ്ങിക്കഴിയുമ്പോഴേക്കും ഇതുപോലെയുള്ള നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് വീണ്ടും വാളെടുത്തിറങ്ങുമല്ലോ. അങ്ങനെ വാളെടുത്തിറങ്ങേണ്ടതില്ല. വാളെടുത്തിറങ്ങുന്നവൻ വാളാൽ തീരുകയല്ല, വാളിന് പകരം അഴിക്കുള്ളിൽ കിടന്ന് അനുഭവിച്ച് പുറത്തേക്ക് ഇറങ്ങി നല്ല മനുഷ്യരായി മാറട്ടെ എന്നുള്ള നല്ല ഒരു സന്ദേശം കൊടുക്കുന്ന വിധി എന്നാണ് ഞാൻ ഇതിനെ കരുതുന്നത്. ഇപ്പോൾ അമ്മയ്ക്ക് പ്രായമായി, കൊടിസുനി പറയുന്നു, പഠിച്ച് ജോലി ചെയ്യണം. ആർക്കാ? ഷാഫിക്ക്. അടുത്തത് കേസുമായി ബന്ധമില്ലെന്ന് വാഴപ്പട റഫീഖ്. ഡയാലിസിസ് ചെയ്യണമെന്ന് ജ്യോതിബാബു. ബൈപ്പാസ് കഴിഞ്ഞെന്ന് KK കൃഷ്ണൻ. ഇപ്പോൾ ആരോഗ്യകാര്യങ്ങൾ പറയുന്നവരുടെ ആരോഗ്യകാര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയുള്ള നമ്മളെല്ലാവരും നല്ല നടപ്പുകാരാണ്, നമ്മളുടെ ശിക്ഷ കൂട്ടരുത് എന്നൊക്കെ പറയുമ്പോൾ അവർ ചെയ്തു കൂട്ടിയ ആ കുറ്റകൃത്യത്തിന്റെ തീവ്രത ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ പുറത്തു വരേണ്ടത് ഈ ഗൂഢാലോചനക്കാരാണ്. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ കൂടി പൂർണ്ണമായും നിയമത്തിന് മുന്നിൽ വരുന്നതോടുകൂടി മാത്രമേ ഈ കേസിൽ ഒരു തീർപ്പാകൂ എന്ന KK രമയുടെ വാദത്തിനൊപ്പം നിൽക്കാനാണ് ഞാൻ വ്യക്തിപരമായി താല്പര്യപ്പെടുന്നത്. അപ്പോൾ 20 വർഷം കൂടി അവർ ജയിലിൽ കഴിയട്ടെ. ബാക്കിയുള്ളവരുടെ ശിക്ഷ കിട്ടാത്തവരുടെ കാര്യത്തിലൊക്കെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് KK രമ പറയുന്നു. അതും നടക്കട്ടെ. അപ്പോൾ പാർട്ടി ഒപ്പമുണ്ട് എന്ന് കരുതി ആരും വെട്ടാനിറങ്ങണ്ട, അവനവൻ തന്നെ ജയിലിൽ കിടക്കേണ്ടി വരും. ഈ ഒരു കാര്യം ഒന്ന് പറയാനുള്ളത്, ഈ പാർട്ടി ഒപ്പമുണ്ട് അതുകൊണ്ട് വെട്ടാനിറങ്ങണം എന്ന് പറയും. പാർട്ടി എന്ന് പറയുന്ന ഒരു കോട്സിൽ വരികയും അത് ഒരു പാർട്ടി മാത്രമല്ല. ഇപ്പോൾ ഇതിൽ പാർട്ടി ഒന്നാണ്. അത് പക്ഷേ ആയിക്കോട്ടെ, TP ചന്ദ്രശേഖരൻ കേസിലാണ്, TP വധക്കേസിലാണ് ഈ വിധി വന്നിട്ടുള്ളതെങ്കിലും ആ വിധി പ്രസ്താവത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടാണ് കോടതി വിശദീകരിച്ചിരിക്കുന്നത്. 1. 2, അതിന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇനി തയ്യാറാകരുത് എന്നുള്ള നിലയ്ക്കാണ് ആ ശിക്ഷ മാതൃകയാകുന്നത്. TP വധക്കേസിലാണ് ഓഫ് കോഴ്സ് ഈ Meet the editors.